السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉന്നതമായ മഹത്വമേറിയ നാമങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആഴ്ചകളിൽ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിൻ്റെ നാമം നമ്മൾ എത്ര കണ്ട് പഠിക്കുന്നുവോ, അതിൻ്റെ വിശദീകരണങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുവോ, അതിനനുസരിച്ച് നമ്മുടെ ഈമാൻ വർദ്ധിക്കുകയും നമുക്ക് നമ്മുടെ ദീനിൽ ഇസ്സത്തോടുകൂടി, പ്രതാപത്തോടുകൂടി അടിയുറച്ചു നിൽക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നുള്ളത് തീർച്ചയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അടുത്തറിയുമ്പോൾ എത്ര വലിയ ഭാഗ്യമാണ് അല്ലാഹു തആല എനിക്ക് നൽകിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. ഞാൻ ആരാധിക്കുന്ന, ഞാൻ തവക്കുൽ ചെയ്യുന്ന, ഞാൻ സഹായിയായി കാണുന്ന, അത്താണിയായി കാണുന്ന എൻ്റെ റബ്ബിൻ്റെ മഹത്വവും അവൻ്റെ കഴിവും ശക്തിയും മഹാത്മ്യവുമെല്ലാം തിരിച്ചറിയുന്ന ഒരു അടിമയ്ക്ക്, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന, അള്ളാഹുവിന് പുറമെയുള്ള ഏറ്റവും ദുർബലരായ അള്ളാഹുവിൻ്റെ അടിമകളിൽ തവക്കുൽ ചെയ്ത് ആശ വെച്ച് അവരെ സഹായിയായി സ്വീകരിക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ അവരിൽ നിന്ന് അള്ളാഹു എനിക്ക് എത്ര വലിയ അനുഗ്രഹമാണ് നൽകിയത്, ഞാൻ വലിയ ഭാഗ്യവാനാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അതിലൂടെ നമുക്ക് സാധിക്കുമെന്നുള്ളത് തീർച്ചയാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങളും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് അള്ളാഹുവിൻ്റെ മഹത്വവും അള്ളാഹുവിൻ്റെ കഴിവും അള്ളാഹുവിൻ്റെ ഔന്നത്യവുമാണ്. ഇന്ന് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ അൽ അസീസ് എന്ന നാമമാണ് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അൽ അസീസ് എന്ന അള്ളാഹുവിൻ്റെ നാമം നമ്മൾ സാധാരണ മലയാളത്തിൽ പ്രതാപിയാണ് അല്ലാഹു തആല എന്ന് പറയും. പ്രതാപമുള്ളവൻ എന്നതാണ് അൽ അസീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും പ്രതാപിയാണ് അല്ലാഹു തആല. അല്ലാഹു തആല പറഞ്ഞു, ഫലില്ലാഹിൽ ഇസ്സത്തു ജമീഅ, അള്ളാഹുവിനാകുന്നു എല്ലാ അർത്ഥത്തിലുമുള്ള പ്രതാപമുള്ളത്. അള്ളാഹുവിൻ്റെ അത്ര പ്രതാപമുള്ളവർ ലോകത്തില്ല. അള്ളാഹുവിൻ്റെ പ്രതാപത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അൽ അസീസ് എന്ന നാമം വന്നിട്ടുണ്ട്. 100ഓളം സ്ഥലങ്ങൾ അല്ലാഹു തആല അൽ അസീസ് എന്ന നാമം വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും അള്ളാഹുവിൻ്റെ ഈ നാമം നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. രാത്രിയിൽ ഉറങ്ങുന്നതിനിടയിൽ ഉറക്കമുണർന്നാൽ അല്ലെങ്കിൽ തിരിഞ്ഞു കിടക്കുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലാറുണ്ടായിരുന്ന പ്രാർത്ഥനയിൽ ഇങ്ങനെ കാണാം: ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമൽ അസീസുൽ ഗഫാർ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ കിടക്കുമ്പോൾ ഉണരുകയോ അല്ലെങ്കിൽ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുകയോ ചെയ്യുമ്പോൾ പ്രവാചകൻ ഇങ്ങനെയായിരുന്നു ദിക്ർ ചൊല്ലിയിരുന്നത്: ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമൽ അസീസുൽ ഗഫാർ. അൽ അസീസ് എന്ന നാമം ആ ദിക്റിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഒരു അറാബി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് നബിയോട് ചോദിക്കുന്നുണ്ട്: അല്ലിംനി കലാമൻ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, എനിക്ക് ഒരു വാക്ക് താങ്കൾ പഠിപ്പിച്ചു തരണം, അഖൂലുഹു, അതെനിക്ക് ഉച്ചരിക്കാനാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു: ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അല്ലാഹു അക്ബറു കബീറ വൽഹംദുലില്ലാഹി കസീറ സുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹകീം. ഇത് കേട്ടപ്പോൾ അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു: ഫഹഉലാഇ റബ്ബി, ഇതെന്റെ റബ്ബിനുള്ളതാണല്ലോ, എൻ്റെ റബ്ബിനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നതാണ്. ഫമാ ലി, എനിക്കുള്ളതാണ് എന്താണ് അള്ളാഹുവിൻ്റെ പ്രവാചകരെ?
സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലാഹുമ്മ ഗഫ്ർലി വർഹംനി വഹ്ദിനി വർസുഖ്നി എന്ന് നീ ചൊല്ലണമെന്ന്. അപ്പോൾ ഈ ഒരു പ്രാർത്ഥനയിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് അൽ അസീസ് അൽ ഹക്കീം എന്ന അള്ളാഹുവിൻ്റെ നാമമാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലും അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ യഥേഷ്ടമായും അള്ളാഹുവിൻ്റെ നാമമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് അൽ അസീസ്, പ്രതാപി എന്നുള്ളത്. ഇതിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നിടത്ത് പ്രധാനമായും 3 അർത്ഥതലങ്ങളാണ് ഈ അസീസ് എന്നതിന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത് ഇസ്സത്തുൽ ഖുവ്വ, ഇസ്സത്തുൽ ഖുവ്വ, ശക്തിയുടെ പ്രതാപമാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദീകരണങ്ങളിലേക്ക് ഞാൻ വരുന്നുണ്ട്. രണ്ടാമത്തത് ഇസ്സത്തുൽ ഖഹരി വൽ ഗലബ, അജയ്യതയുടെയും അതുപോലെ തന്നെ അധീശത്വത്തിൻ്റെയും പ്രതാപമുള്ളവൻ, എല്ലാ വിഷയത്തെയും അതിജയിക്കുന്ന അജയ്യനാണ് അല്ലാഹു തആല, ആ അർത്ഥത്തിലുള്ള ഇസ്സത്ത്. അതുപോലെ തന്നെ മൂന്നാമത്തത് ഇസ്സത്തുൽ ഗിനാ വൽ ഇംതിനാ, അള്ളാഹുവിൻ്റെ പ്രതാപം എന്നത് അത് ആശ്രയമുക്തമായതും അതുപോലെ തന്നെ അപ്രാപ്യതയുടെയും പ്രതാപമാണ്. അഥവാ അള്ളാഹുവിനെ പരാജയപ്പെടുത്തുന്നവരോ അല്ലെങ്കിൽ അള്ളാഹു തആല ഒരാളിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിക്കുന്നവനോ അല്ല, അവൻ ഗിനയുള്ളവനും ഇംതിനാ ഉള്ളവനുമാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണങ്ങൾ വരുമ്പോൾ ഒന്നുകൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ അൽ അസീസ് എന്ന നാമത്തെ വിശദീകരിച്ചത് കൂടെ വായിക്കുമ്പോൾ ആ നാമത്തിൻ്റെ വ്യാപ്തിയെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. ഇമാം ഖതാദ റഹിമഹുല്ലാ അൽ അസീസ് എന്നതിന് അദ്ദേഹം പറഞ്ഞത് ഫീ നഖ്മതിഹി ഇദൻതഖം, അല്ലാഹു തആല ആരെങ്കിലും ശിക്ഷിക്കുകയാണെങ്കിൽ, ആരെങ്കിലും അല്ലാഹു തആല ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ ആ ശിക്ഷയിൽ അല്ലാഹു അസീസാണ്. അവനെ ശിക്ഷിക്കുന്നതിൽ നിന്ന് അല്ലാഹുവിനെ തടയുന്നതോ അള്ളാഹുവിനെ പരാജയപ്പെടുത്തുന്നതോ ആയ ഒന്നുമില്ല. ആ അർത്ഥത്തിൽ അല്ലാഹു തആല പ്രതാപിയാണ്. അതുപോലെ തന്നെ ഇമാം ത്വബരി റഹിമഹുല്ലാഹ് ഒന്നുകൂടെ പറഞ്ഞു, അൽ അസീസ് ഫീ ഇന്തിഖാമിഹി മൻ അറാദ അൽ ഇന്തിഖാമ മിൻഹു ലാ യഖ്ദിറു അഹദൻ യദ്ഫഉഹു അൻഹു വഖാല അയ്ളൻ അൽ ഖവി അല്ലദീ ലാ യഅജുസു ശൈഅൻ അറാദ. ഇമാം ത്വബരി റഹിമഹുല്ലാഹ് പറഞ്ഞത് അൽ അസീസ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പ്രതാപിയാണെന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ആരുടെയെങ്കിലും തിന്മ കാരണത്താൽ ഒരാളെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് അള്ളാഹുവിനെ തടയാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. ലാ യഖ്ദിറു അഹദൻ യദ്ഫഉ അൻഹു, അള്ളാഹു ഉദ്ദേശിച്ച ആ ശിക്ഷയെ അയാളിൽ നിന്ന് നീക്കാൻ ഒരാളെ കൊണ്ട് സാധ്യമല്ല. കാരണം അള്ളാഹു തആല അസീസാണ്, അള്ളാഹു പ്രതാപിയാണ്. അവന്റെ ശക്തിയിൽ അവൻ പ്രതാപിയാണ്, അവന്റെ അജയ്യതയിൽ അവൻ പ്രതാപിയാണ്, അവന്റെ ഇസ്സത്തിൽ അഥവാ ഗിനയിൽ അവൻ പ്രതാപിയാണ്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതാപിയാണ്. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു അൽ ഖവിയ്യുൽ ലദീ ലാ യഅജിസുഹു ഷൈ, അവൻ ഖവിയാണ്, അവൻ ശക്തനാണ്, അവനെ പരാജയപ്പെടുത്തുന്നതായി ഒന്നുമില്ല. ഇതൊക്കെ അള്ളാഹുവിൻ്റെ അൽ അസീസ് എന്ന നാമത്തിൻ്റെ വിശദീകരണങ്ങളാണ്. അവൻ പരമാധികാരിയാണ്, അവൻ ശക്തനാണ്, അതുപോലെ തന്നെ അവനിലേക്ക് യാതൊരുവിധ ന്യൂനതകളും ചേരുന്നതല്ല. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഇസ്സത്തിന്റെ ഭാഗമാണ്. ഇമാം ഖത്താബി റഹിമഹുല്ലാഹ് പറഞ്ഞത് അൽ അസീസ് ഹുവൽ മനീഉ അല്ലദീ ലാ യഗ്ലുബു, അള്ളാഹുവിനെ അതിജയിക്കുന്നതൊന്നും അള്ളാഹുവിലേക്ക് ചേരുന്നതല്ല. അവനെ ആർക്കും കീഴടക്കുവാനോ അവനെ പരാജയപ്പെടുത്തുവാനോ സാധ്യമല്ല. അത്രമേൽ അവൻ പ്രതാപിയാണ്, അത്രമേൽ അവൻ ഇസ്സത്തുള്ളവനാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞത് അൽ അസീസ് അല്ലദീ ഖദ് അസ്സ വജല്ല ഖഹ്രിഹി വഗലബിൽ അഷ്യാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അസീസ് ആണെന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുവിനേക്കാളും പ്രതാപമുള്ളവനാണവൻ, അവയെല്ലാം കീഴടക്കുകയും ജയിച്ചടക്കുകയും ചെയ്തവനാണവൻ. അപ്പോൾ അൽ അസീസ് എന്ന് പറഞ്ഞാൽ അവൻ എല്ലാ വസ്തുവിനെയും ജയിച്ചടക്കിയവനാണ്, അതുപോലെ തന്നെ എല്ലാ വസ്തുവിനേക്കാളും പ്രതാപമുള്ളവനുമാണ്. അതുപോലെ തന്നെ അദ്ദേഹം വീണ്ടും പറഞ്ഞു വലാ യനാലു ജനാബിഹി ലിഇസ്സതിഹി വഅദ്മതിഹി വജബ്റൂതിഹി വകിബ്രിയാഇഹി, അള്ളാഹു അവന്റെ പ്രതാപം കൊണ്ട്, അവന്റെ മഹത്വം കൊണ്ട്, അതുപോലെ തന്നെ അവന്റെ വലിപ്പം കൊണ്ടും അവൻ ഉന്നതനാണ്. അവനെ ബാധിക്കാൻ, അവനെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നും അവനിലേക്ക് എത്തുന്നതുമല്ല. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ അസീസ് എന്ന് വന്നിട്ടുള്ള ആയത്തുകൾ ഓരോന്നായി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ അർത്ഥ തലങ്ങളൊക്കെ നമുക്ക് അള്ളാഹുവിൻ്റെ ഈ നാമത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അവന്റെ ശക്തിയും അവന്റെ പ്രതാപവും അതുപോലെ തന്നെ അവന്റെ ഔന്നിത്യവും
അതുപോലെ തന്നെ അവന്റെ ഒന്നിനെയും ഒരാൾക്കും അവനെ അതിജയിക്കാൻ കഴിയാത്ത വിധമുള്ള അവന്റെ ഖുവ്വത്തിനെയുമെല്ലാം സൂചിപ്പിക്കുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ അൽ അസീസ് എന്ന നാമമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ അല്ലാഹു തആല അൽ അസീസ് എന്ന നാമത്തോട് ചേർത്തു പറഞ്ഞ ചില നാമങ്ങളുണ്ട്. അതിന് ചില ലക്ഷണങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ അൽ അസീസ് എന്ന നാമത്തോട് ചേർന്നു വന്ന നാമങ്ങൾ, ഒന്ന് അൽ ഗഫൂർ, ഏറെ പൊറുക്കുന്നവൻ. അൽ ഗഫാർ, അതേ അർത്ഥം വരുന്ന മറ്റൊരു നാമമാണ്. അൽ വഹാബ്, അതിയായി നൽകുന്നവൻ, ദാനം നൽകുന്നവൻ എന്നർത്ഥം വരുന്ന അള്ളാഹുവിന്റെ അൽ വഹാബ് എന്ന നാമം വന്നിട്ടുണ്ട്. അൽ മുഖ്തദിറു, അൽ ഖവിയ്യു, എല്ലാത്തിനും കഴിവുള്ളവനും ശക്തനുമാണെന്ന് സൂചിപ്പിക്കുന്ന അള്ളാഹുവിന്റെ നാമം അസീസിന്റെ കൂടെ വന്നിട്ടുണ്ട്. അൽ അലീം, അൽ ഹക്കീം, എല്ലാം അറിയുന്നവനും അതുപോലെ തന്നെ ഹിക്മത്തുള്ളവനുമാണ് എന്നുള്ള അർ റഹീം, അൽ ഹമീദ് തുടങ്ങിയ നാമങ്ങളൊക്കെ അൽ അസീസ് എന്ന നാമത്തിന്റെ കൂടെ ചേർന്ന് വന്നിട്ടുണ്ട്. അത് ചേർന്ന് വന്ന ആയത്തുകൾ പരിശോധിക്കുമ്പോഴാണ് സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല എത്ര ഉന്നതനാണ്, അല്ലാഹു എത്ര പ്രതാപിയാണ്, അവന്റെ പ്രതാപവും മനുഷ്യരിലേക്ക് പലപ്പോഴും നമ്മൾ ചേർത്ത് പറയുന്ന പ്രതാപവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക. നമുക്കറിയാം, യൂസുഫ് നബി അലൈഹി സ്വലാമയുടെ ചരിത്രം പറയുന്നിടത്ത് യൂസുഫ് നബിയെ വശീകരിക്കാൻ ശ്രമിച്ച സ്ത്രീയെ പറ്റി ഖുർആൻ പറഞ്ഞത് ഇംറാഅത്തു അസീസ് എന്നാണ്, അസീസിന്റെ ഭാര്യ എന്നാണ്. അവിടെ മിസ്റിലുള്ള ആളുകൾ, ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളുകളെ അൽ അസീസ് എന്ന നാമകരണമായിരുന്നു അവർ നൽകിയിരുന്നത്. കാരണം സാമ്പത്തികമായി പ്രതാപമുള്ളവർ എന്നർത്ഥത്തിൽ അൽ അസീസ് എന്ന നാമം അവർ നൽകിയിരുന്നത്. ഇതുപോലെ അവൻ പ്രതാപിയാണ് എന്ന് സാമ്പത്തികമായോ അതല്ലെങ്കിൽ അവന്റെ സ്ഥാനം കാരണത്താലോ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളെ പറ്റി നമ്മൾ പറയാറുണ്ട്. എന്നാൽ അല്ലാഹു തആല അൽ അസീസ് ആണെന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഇസ്സത്ത് അതിനെയെല്ലാം മുകളിലാണ്. അള്ളാഹുവിനെ പരാജയപ്പെടുത്തുന്നതോ അതുപോലെ തന്നെ അള്ളാഹുവിനെ അശക്തമാക്കുന്നതോ ആയ ഒന്നും അള്ളാഹുവിലേക്ക് ചേരുന്നില്ല എന്നു മാത്രമല്ല, അള്ളാഹു അസീസ് ആകുന്നതോടൊപ്പം തന്നെ അവന്റെ സൃഷ്ടികളോട് കരുണയുള്ളവനാണ് എന്നുള്ളത് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിൽ അൽ അസീസ് എന്ന അള്ളാഹുവിന്റെ നാമത്തോട് ചേർന്നു വന്ന ഗഫൂർ അല്ലെങ്കിൽ ഗഫാർ എന്ന നാമം, അതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ഒന്ന് പരിശോധിക്കുക. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ ഇന്നല്ലാഹ അസീസുൻ ഗഫൂർ. അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അവന്റെ അടിമകളിൽ അറിവുള്ള ആളുകളാണ്. എന്നിട്ട് അള്ളാഹ് പറയാണ് ഇന്നല്ലാഹ അസീസുൻ ഗഫൂർ, അള്ളാഹു തആല പ്രതാപിയും ഏറെ പൊറുക്കുന്നവനുമാണ്. മറ്റൊരു ആയത്തിൽ റബ്ബുസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമൽ അസീസുൽ ഗഫാർ, ആകാശ ഭൂമികളുടെ രക്ഷിതാവാണ് അവൻ. എന്നിട്ട് അള്ളാഹിനെ പറ്റി പറഞ്ഞു അൽ അസീസുൽ ഗഫാർ, അവൻ ഏറെ പ്രതാപിയും അതുപോലെ തന്നെ ഏറെ പൊറുക്കുന്നവനുമാണ്. പണ്ഡിതന്മാർ എന്തുകൊണ്ടാണ് അൽ അസീസ് എന്ന നാമത്തിന്റെ കൂടെ അൽ ഗഫാർ എന്ന നാമം ചേർത്തു പറഞ്ഞത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, അല്ലാഹു തആല അസീസാണ്, അല്ലാഹു തആല പ്രതാപിയാണ്. അല്ലാഹു തആല ഒരാളെ ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ അതിനെ തടയാനോ ചോദ്യം ചെയ്യാനോ ലോകത്തൊരാളെ കൊണ്ട് സാധ്യമല്ല. കാരണം അവൻ റബ്ബാണ്, അവൻ അസീസാണ്. എന്നാൽ അതോടൊപ്പം തന്നെ അല്ലാഹു തആല ഗഫൂറാണ്. അള്ളാഹുവിനോട് തൗബ ചെയ്യുന്ന, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന, നന്മകൾ അധികരിപ്പിക്കുന്ന ആളുകൾക്ക് പുറത്തു കൊടുക്കാൻ മാത്രം ഗഫൂറുള്ള, റഹ്മത്തുള്ള, മഗ്ഫിറത്തുള്ളവനാണ് അല്ലാഹു തആല. അതുകൊണ്ട് തന്നെ അവന്റെ ഇസ്സത്ത്, അവന്റെ പ്രതാപം അതൊരിക്കലും അവന്റെ സൃഷ്ടികളോട് അനീതി ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കുന്നില്ല എന്നതിനെ സൂചിപ്പിക്കാനാണ് ഇവിടെ അൽ അസീസുൽ ഗഫാർ, അൽ അസീസുൻ ഗഫൂർ എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു ഖാദിറുൻ അലാ യഖുദ ഇബാദഹു ബിദുനൂബിഹിം, അല്ലാഹു തആല അവരുടെ മനുഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകൾ കാരണത്താൽ അവരെ ശിക്ഷിക്കാൻ അല്ലാഹു തീരുമാനിച്ചാൽ അല്ലാഹു അതിന് കഴിവുള്ളവനാണ്. പക്ഷെ അതോടൊപ്പം തന്നെ വലാകിന്നഹു സുബ്ഹാന ഗഫൂറൻ റഹീമൻ അൻ ഇസ്സത്തിൻ വഖുദ്റ, അല്ലാഹു തആല ഗഫൂറാണ്, പരമകാരുണ്യകനാണ്, പാപം പൊറുക്കുന്നവനാണ്. അൻ ഇസ്സത്തിൻ വഖുദ്റ, അല്ലാഹുവിന്റെ ഒരു ഐബല്ലത്, അല്ലാഹുവിന്റെ പോരായ്മയല്ല. വലാ അൻ ദഅഫിൻ വഅജ്സിൻ, അല്ലാഹുവിന്റെ അശക്തിയോ അല്ലാഹുവിന്റെ പോരായ്മയോ കാരണത്താലല്ല. അവൻ ഇസ്സത്തുള്ളവനാകുന്നതോടൊപ്പം തന്നെ അവൻ ഖാദിറും ഖുവ്വത്തുമുള്ള ശക്തിയും കഴിവുമുള്ളവനാകുന്നതോടൊപ്പം തന്നെ അല്ലാഹു തആല പാപം പൊറുക്കുന്നവനാണ്, അവൻ അസീസാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഇവിടെ അൽ അസീസിന്റെ കൂടെ അല്ലാഹു അൽ ഗഫൂർ അല്ലെങ്കിൽ അൽ ഗഫാർ എന്ന നാമം ചേർത്തു പറഞ്ഞത്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ അൽ അസീസിന്റെ കൂടെ ചേർന്നു വന്ന മറ്റൊരു നാമമാണ് അൽ വഹാബ് എന്നുള്ളത്. പരിശുദ്ധ ഖുർആനിൽ കാണാം
അം ഇൻദഹും ഖസായിനു റഹ്മത്തി റബ്ബിക്കൽ അസീസിൽ വഹാബ്. അം ഇൻദഹും അവരുടെ പക്കലാണോ ഖസായിനു റഹ്മത്തി റബ്ബിക് നിന്റെ റബ്ബിന്റെ റഹ്മത്തിന്റെ ഖസാന, അതിന്റെ ഖസാനയുള്ളത് അവരുടെ പക്കലാണോ? ആരാണ് നിന്റെ റബ്ബ്? അൽ അസീസുൽ വഹാബ്, അസീസും വഹാബുമായ നിന്റെ റബ്ബ്. എന്തിനാണ് അസീസിന്റെ കൂടെ അൽ വഹാബ് എന്ന നാമം അല്ലാഹു തആല ചേർത്തു പറഞ്ഞത്? അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും നിയന്ത്രിക്കുന്നത് അല്ലാഹു തആലയാണ്. അള്ളാഹ് ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവനാണ് അൽ അസീസായ അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ അല അൻ തസറുഫിഹി തആമ ഫീ സുനൂഫിൽ അതാഇൽ മാദിയ വൽ മഅനവി ലാ യനാസിഉഹു ഫീഹി മുനാസിഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിയായിട്ടോ ദുന്യവിയായിട്ടോ ആർക്കെങ്കിലും ഒരു ഖൈർ നൽകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഖൈറിനെ തടയാൻ ഒരാളെ കൊണ്ട് സാധ്യമല്ല. അല്ലാഹു വഹാബ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അവന്റെ റഹ്മത്തിന്റെ ഭാഗമായി, അവന്റെ കാരുണ്യത്തിന്റെ ഭാഗമായി അവന്റെ സൃഷ്ടിജാലങ്ങൾക്ക് ദീനിയായിട്ടോ ദുന്യവിയായിട്ടോ പല റഹ്മത്തുകളും നൽകും, പല കാരുണ്യങ്ങളും നൽകും. ആ കാരുണ്യങ്ങളെ തടയാൻ ഒരാളെ കൊണ്ട് സാധ്യമല്ല. കാരണം അവൻ അൽ അസീസാണ്, അവൻ പ്രതാപിയാണ്. ഒരാളുടെയും ആശ്രയമില്ലാതെ, ആരെയും ആശ്രയിക്കാതെ നിലനിൽക്കുന്നവനാണ് അല്ലാഹു തആല. അതുകൊണ്ടാണ് വഹാബിന്റെ കൂടെ അൽ അസീസ് എന്ന നാമം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി അവിടെ എടുത്തു പറഞ്ഞത്. വലാ യുഗാലിബു ഫീഹി മഗാലിബ് വലാ മാനിഅ ലിമാ അഅതാ. അല്ലാഹുവിനെ പരാജയപ്പെടുത്തുന്നവരായി ഒരാളുമില്ല, അല്ലാഹു നൽകിയതിനെ തടയുന്നവരായും ഒരാളുമില്ല. കാരണം അവൻ അസീസാണ്, അവൻ പ്രതാപിയാണ്, അതോടൊപ്പം തന്നെ അവൻ വഹാബുമാണ്. ഇതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ അസീസിന്റെ കൂടെ ചേർത്തു പറഞ്ഞ മറ്റൊരു നാമമാണ് അൽ മുഖ്തദിർ, അതുപോലെ തന്നെ അൽ ഖവി. ഈ രണ്ട് നാമങ്ങളും പരിശുദ്ധ ഖുർആനിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം. കദ്ദബൂ ബി ആയാതിനാ കുല്ലിഹാ ഫഅഖദ്നാഹും അഖ്ദ അസീസിൻ മുഖ്തദിർ. കദ്ദബൂ ബി ആയാതിനാ കുല്ലിഹാ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പൂർണ്ണമായും അവർ നിഷേധിച്ചു കളഞ്ഞു. ഫഅഖദ്നാഹും, അപ്പോൾ നാം അവരെ പിടികൂടി, അവരെ ശിക്ഷിച്ചു. എന്ത് ശിക്ഷയാണ് അവർക്കുണ്ടായത്? അഖ്ദ അസീസിൻ മുഖ്തദിർ, എല്ലാത്തിനും കഴിവുള്ളവനും പ്രതാപിയുമായ അല്ലാഹുവിന്റെ ശിക്ഷ അവരെ പിടികൂടി എന്നുള്ളതാണ്. ഇവിടെ ഖദീർ എന്നുള്ള അല്ലാഹുവിന്റെ നാമത്തിന്റെ കൂടെ അസീസ് എന്ന് ചേർത്തു പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റൊരു ആയത്തിൽ കാണാം, മാ ഖദറുല്ലാഹ ഹഖ ഖദ്രി ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. അല്ലാഹുവിനെ അവർ മനസ്സിലാക്കേണ്ട പ്രകാരം മനസ്സിലാക്കിയില്ല. അല്ലാഹു ഏറെ ശക്തനും പ്രതാപിയുമാണ്. ഈ ആയത്ത് വായിക്കുമ്പോൾ നമ്മൾ ഈ സമയത്ത് മനസ്സിലാക്കേണ്ടതാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും പ്രതാപിയാണെന്ന് നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, അല്ലാഹുവിന്റെ ഓരോ നാമങ്ങളും മനസ്സിലാക്കി കഴിയുമ്പോൾ ആ റബ്ബിനെ വിട്ടിട്ടാണല്ലോ ദഈഫുകളായ അശക്തരായ മനുഷ്യരിലേക്ക് ജനങ്ങൾ അഭയം പ്രാപിക്കുന്നത് എന്ന് കാണുമ്പോൾ സങ്കടവും, നമുക്ക് ആ ഒരു അവസ്ഥ വന്നില്ലല്ലോ എന്നുള്ള സന്തോഷവും നമ്മൾ ഉൾക്കൊള്ളുന്നത്. അല്ലാഹു തആല പറയുന്നത് എന്താ? മാ ഖദറുല്ലാഹ ഹഖ ഖദ്രി, അല്ലാഹുവിനെ കണക്കാക്കേണ്ട പ്രകാരം, അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ട പ്രകാരം, അല്ലാഹുവിന്റെ നാമങ്ങളിലൂടെ, അല്ലാഹുവിന്റെ സിഫാത്തുകളിലൂടെ അവർ മനസ്സിലാക്കിയില്ല. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്, അല്ലാഹു തആല ശക്തനാണ്, അവൻ പ്രതാപിയാണ്. അവർ തിന്മ ചെയ്താൽ അവരെ ശിക്ഷിക്കുവാനുള്ള ശക്തിയും പ്രതാപവും അല്ലാഹുവിനുണ്ടെന്നർത്ഥം. വകഫല്ലാഹുൽ മുഅ്മിനീനൽ ഖിതാൽ വകാനല്ലാഹു ഖവിയ്യൻ അസീസ. അല്ലാഹുവിനെ പറ്റി അവിടെ പറഞ്ഞത് കാനല്ലാഹു ഖവിയ്യൻ അസീസ, അല്ലാഹു ശക്തനും പ്രതാപിയുമാണ് എന്നാണ്. എന്തിനാണ് ഖവി എന്നുള്ള അല്ലാഹുവിന്റെ നാമത്തെ, അല്ലെങ്കിൽ ഖദീർ എന്ന അല്ലാഹുവിന്റെ നാമത്തെ അസീസ് എന്ന അല്ലാഹുവിന്റെ നാമത്തിനോട് കൂടെ ചേർത്തത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ആ ഇസ്സത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കാനും കൂടുതൽ ശക്തി ലഭിക്കാനുമാണ്. അല്ലാഹ് പ്രതാപിയാണ്. എങ്ങനെയുള്ള പ്രതാപിയാണവൻ? എല്ലാവിധ കഴിവുമുള്ള, എല്ലാവിധ ശക്തിയുമുള്ള, എല്ലാത്തിനെയും പരാജയപ്പെടുത്തുന്ന അപരാജിതനായ അല്ലാഹുവാണ്. അവനാണ് അൽ അസീസ് എന്നത് സൂചിപ്പിക്കാനാണ് ഇവിടെ ഈ നാമങ്ങൾ അസീസിന്റെ കൂടെ ചേർത്തു പറഞ്ഞത്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ അസീസ് എന്ന നാമത്തിന്റെ കൂടെ പറഞ്ഞ മറ്റൊരു നാമമാണ് അൽ അലീം എന്ന അള്ളാഹുവിന്റെ നാമം. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ അലീം എന്ന നാമം ചേർത്തു പറയുന്നത്? നോക്കൂ, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, പ്രതാപിയും എല്ലാം അറിയുന്നവനുമായ അള്ളാഹുവിന്റെ നിർണയമാണത് അതെല്ലാം എന്ന് അല്ലാഹു തആല പറയുന്നു. ഇന്ന റബ്ബക യഖ്ദി ബൈനഹും ബിഹുക്മിഹി വഹുവൽ അസീസുൽ അലീം, അല്ലാഹു തആല അവർക്കിടയിൽ അവന്റെ വിധി തീർപ്പ് കൽപ്പിക്കുന്നു. വഹുവൽ അസീസുൽ അലീം,
അവൻ പ്രതാപിയാണ്, എല്ലാം അറിയുന്നവനാണ്. അല്ലാഹു തആല പ്രതാപിയാണ്, അല്ലാഹു തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. എന്നിരിക്കെ തന്നെ അള്ളാഹുവിന്റെ പ്രതാപമോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനങ്ങളോ അള്ളാഹുവിന്റെ ഖലാഅുകളോ അതൊരിക്കലും ഒരു മനുഷ്യനോടും അനീതി പ്രവർത്തിക്കാൻ ഉതകുന്നതല്ല. അള്ളാഹുവിന്റെ പൂർണ്ണമായ ഇൽമിന്റെ ഭാഗമായിട്ടാണ്, അള്ളാഹുവിന്റെ പൂർണ്ണമായ അറിവിന്റെ ഭാഗമായിട്ടാണ് അള്ളാഹു തആല പ്രവർത്തിക്കുക എന്ന് സൂചിപ്പിക്കാനാണ് അസീസിന്റെ കൂടെ അലീം ചേർത്തു പറഞ്ഞത്. മഹാന്മാരായ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് ഇങ്ങനെയാണ്: ഇന്ന ഇസ്സത്തല്ലാഹി വഖഹ്രിഹി, അള്ളാഹുവിന്റെ പ്രതാപവും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ആധിപത്യവും വഗലബതിഹി സാദിറത്തുൻ മിൻ ഇൽമിൻ ശാമിൽ, അത് നിലനിൽക്കുന്നത്, അള്ളാഹുവിന്റെ പ്രതാപം ഉണ്ടാകുന്നത്, അള്ളാഹുവിന്റെ അജയ്യതയുണ്ടാകുന്നത് മിൻ ഇൽമിൻ ശാമിൽ, പൂർണ്ണമായ അള്ളാഹുവിന്റെ അറിവിൽ നിന്നാണ്. ഇഹാതത്തുൻ താമ ബികുല്ലി ഷൈ, എല്ലാ വസ്തുവിനെയും വലയം ചെയ്യുന്ന പൂർണ്ണമായ അള്ളാഹുവിന്റെ നാമത്തിൽ നിന്നാണ് അള്ളാഹുവിന്റെ പ്രതാപം ഉടലെടുക്കുന്നത്. ഫഇസ്സതുഹു തൻഫുദു ബിഇൽമി വമഅരിഫതി ബിമവാത്തിനിൽ ഉമൂരി വഅവാഖിബിഹാ, ഓരോ കാര്യത്തിന്റെയും സ്ഥാനവും അതിന്റെ പര്യവസാനവും എന്തായിരിക്കുമെന്ന് മുൻകൂട്ടി അറിയുന്നവരാണ് അൽ അസീസായ അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ഒരു കാര്യം തീരുമാനിച്ചാൽ, അല്ലാഹു തആല ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ അതിൽ അള്ളാഹുവിന്റെ ഇൽമു മുൻകടക്കുന്നുണ്ട്. ആ രീതിയിൽ അവൻ അസീസാണ്. അവന് തീരുമാനിക്കാനും വിധിക്കാനും നടപ്പിലാക്കാനും പ്രതാപമുള്ളവനാണ് അള്ളാഹു. അതോടൊപ്പം തന്നെ അവന്റെ തീരുമാനങ്ങളും അവന്റെ വിധികളും നിലനിൽക്കുന്നത് അവന്റെ ഇൽമിന്റെ കൂടെയാണ് എന്ന് മനസ്സിലാക്കാനാണ് അസീസിന്റെ കൂടെ അലീം എന്നുള്ള നാമം അല്ലാഹു തആല ചേർത്തു പറഞ്ഞത്. ഇതേ ആശയം തന്നെയാണ് അസീസിന്റെ കൂടെ ഹക്കീം എന്ന നാമവും ചേർത്തു പറയുന്നതിലൂടെയുള്ളത്. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഹുവൽ അസീസുൽ ഹക്കീം, ആകാശ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളും അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്, അല്ലാഹുവിനെ പ്രകീർത്തിക്കുകയാണ്, തസ്ബീഹ് നടത്തുകയാണ്. വഹുവൽ അസീസുൽ ഹക്കീം, അല്ലാഹു തആല ഹക്കീമായവനും യുക്തിയുള്ളവനും അതുപോലെ തന്നെ പ്രതാപിയുമാണ്. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികതു വഉലുൽ ഇൽം ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹക്കീം, അല്ലാഹുവും മലക്കുകളും അറിവുള്ളവരുമെല്ലാം അല്ലാഹു തആല മാത്രമാണ് ആരാധനക്കർഹൻ എന്നതിന് സാക്ഷിയാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹിനെ പറ്റി പറഞ്ഞത് അൽ അസീസുൽ ഹക്കീം എന്നതാണ്. എന്തുകൊണ്ടാണ് ഹക്കീം എന്ന നാമം അസീസിന്റെ കൂടെ ചേർത്ത് പറയുന്നത്? അവന്റെ ഏത് തീരുമാനങ്ങളാകട്ടെ, ഏത് നിയമങ്ങളാകട്ടെ, അതുപോലെ തന്നെ അവന്റെ ഖളാ ഖദറിന്റെ ഭാഗമായി സംഭവിക്കുന്ന ഏത് കാര്യങ്ങളാകട്ടെ, അതിന്റെ പിന്നിലൊക്കെ ഒരു ഹിക്മത്ത് ഉണ്ടായിരിക്കും. ഒരിക്കലും അവന്റെ സൃഷ്ടികളോട് അവൻ അനീതി പ്രവർത്തിക്കുകയില്ല. മനുഷ്യരിലേക്ക് നോക്കിയാൽ ഇസ്സത്തുള്ള അസീസ് ആണെന്ന് നാം കരുതുന്ന സാമ്പത്തികമായോ ശാരീരികമായോ സ്ഥാനത്തിന്റെ പേരിലോ ഇസ്സത്തുള്ളവരാണെന്ന് കരുതുന്ന അധികാരമുള്ള ആളുകൾ പലപ്പോഴും അവരുടെ അധികാരത്തിന്റെ ഭാഗമായി ജനങ്ങളെ ഉപദ്രവിക്കാറുണ്ട്, ജനങ്ങളോട് അനീതി പ്രവർത്തിക്കാറുണ്ട്. അതിന്റെ കാരണമായി അവരുടെ ഇസ്സത്ത് മാറാറുണ്ട്. എന്നാൽ ഈ ലോകത്തിന്റെ രക്ഷിതാവ് ഒരിക്കലും അവന്റെ ജനങ്ങളോട്, അവന്റെ സൃഷ്ടികളോട് അവൻ അനീതി പ്രവർത്തിക്കൂല. അവയെല്ലാം അടക്കി ഭരിക്കുകയും അവരിൽ നിന്ന് പ്രതാപിയായിരിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അവൻ ഹക്കീമാണ്. അവന്റെ ഏതു പ്രവർത്തനങ്ങളും അതിന്റെ പിന്നിൽ ഹിക്മത്ത് ഉണ്ടായിരിക്കും, അതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരാനാണ് അല്ലാഹു തആല അസീസ് എന്ന നാമത്തിന്റെ കൂടെ അൽ ഹക്കീം എന്ന നാമം ചേർത്തു പറഞ്ഞത്. അതുപോലെ തന്നെ ഖുർആനിൽ വന്ന മറ്റൊരു നാമമാണ് അർ റഹീം എന്നത്. അസീസ് എന്ന നാമത്തിന്റെ കൂടെ ചേർത്തു പറഞ്ഞതാണ് അർ റഹീം. ബിനസ്രില്ലാഹി യൻസുറു മൻ യശാ വഹുവൽ അസീസുർ റഹീം ദാലിക ആലിമുൽ ഗൈബി വശഹാദ അൽ അസീസുർ റഹീം. ഈ ആയത്തുകളിലൊക്കെ അത് നമുക്ക് വായിക്കാൻ കഴിയും. ഇവിടെയും അത് തന്നെയാണ്. അവൻ ഇസ്സത്തുള്ളവനാണ്, പ്രതാപിയാണ്. എന്തു പ്രവർത്തിക്കാനുള്ള കഴിവും ശേഷിയും അവനുണ്ട്. അവനെ പരാജയപ്പെടുത്താനോ അതിൽ നിന്ന് അവനെ തടയാനോ അവനെതിരെ സംസാരിക്കാനോ ലോകത്തൊരു സൃഷ്ടിക്കും സാധ്യമല്ല എന്ന് കരുതി ലോകത്ത് അവൻ അനീതി പ്രവർത്തിക്കൂല. സൃഷ്ടികളോട് കരുണയുള്ളവനാണവൻ, കാരുണ്യമുള്ളവനാണവൻ എന്ന് സൂചിപ്പിക്കാനാണ് അല്ലാഹു തആല അസീസിന്റെ കൂടെ അർ റഹീം എന്ന നാമം എടുത്തു പറഞ്ഞത്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ അള്ളാഹുവിന്റെ ഈ നാമത്തിന്റെ കൂടെ അവന് യോജിക്കുന്ന ഇങ്ങനെയുള്ള ഓരോ നാമങ്ങൾ എടുത്തു പറഞ്ഞ് നമുക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തരികയാണ്. നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ അവലംബിക്കുന്ന, നിങ്ങൾ സഹായിയായി കാണുന്ന നിന്റെ റബ്ബ് അവൻ പ്രതാപിയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. ഞാൻ അവലംബിക്കുന്നത്, ഞാൻ സഹായമർത്ഥിക്കുന്നത് എല്ലാത്തിനും കഴിവുള്ള, എല്ലാവിധത്തിൽ ശക്തിയുമുള്ള പ്രതാപിയായ റബ്ബിലാണല്ലോ
എന്നൊരു സമാധാനം ഉണ്ടാകും. നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ നാട്ടിലെ ഭരണാധികാരികളെ കുറിച്ച് നമ്മളെപ്പോഴും പലതും പറയാറുണ്ട്. ആലോചിച്ചു നോക്കുക, നമ്മൾ ആരിലാണ് ബലമേൽപ്പിക്കുന്നത്? ആരാണ് എൻ്റെ റബ്ബ്? അവൻ അസീസ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഇസ്സത്തുള്ള റബ്ബിന്റെ കീഴിൽ ഏത് സൃഷ്ടിയും ഒരു പുഴുവിന്റെ അത്രയും അവർക്ക് സ്ഥാനമില്ല എന്നുള്ളത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അത് ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന സമാധാനമുണ്ട്, മനസ്സിന് കിട്ടുന്ന ശാന്തതയുണ്ട്. അതാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. അള്ളാഹുവിന്റെ അൽ അസീസ് എന്ന നാമം പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നതിന് പണ്ഡിതന്മാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 രൂപത്തിലാണ് അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത് നമ്മൾ പറഞ്ഞു ഖുവ്വത്താണ്, അള്ളാഹുവിന്റെ ശക്തിയുടെ പ്രതാപമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശക്തിയിൽ അവൻ പ്രതാപവാനാണ് എന്ന് പറയുമ്പോൾ അല്ലാഹുൽ അസീസുൽ ഖവി ലാ യഅ്ജിസുഹു ശൈഉൻ അറാദ വലാ യൽഹിഖു ദഅഫുൻ വലാ നസബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ പരാജയപ്പെടുത്താനോ അതിൽ അവൻ അശക്തനാക്കുന്നതോ ആയ ഒരു കാര്യവുമില്ല. ആ അർത്ഥത്തിൽ അവൻ ഖുവ്വത്തുള്ളവനാണ്, ശക്തിയുള്ളവനാണ്, അതിൽ അവൻ പ്രതാപിയാണ്. വലാ യൽഹിഖുഹു ദഅഫുൻ വലാ നസബ്, ഒരു ക്ഷീണമോ അതല്ലെങ്കിൽ ഒരു എന്താ പറയാ അശക്തിയോ അള്ളാഹുവിലേക്ക് ചേരുന്നതല്ല. വലാ യൽഗിബുഹു ഗാലിബൻ, അവനെ പരാജയപ്പെടുത്തുന്നതായിട്ടൊന്നുമില്ല. വലാ യഖ്ഹുറുഹു ഖാഹിറൻ, അവനെ അതിജയിക്കുന്നതായിട്ടൊന്നുമില്ല. വലാ യഖ്ദിറു അലൈഹി ഖാദിറൻ, അവനെ പരാജയപ്പെടുത്താൻ മാത്രം കഴിവുള്ള അവൻ അശക്തരാക്കുന്ന ഒന്നുമില്ല. അതാണ് അള്ളാഹ് പറഞ്ഞു ഇന്നല്ലാഹ ഖവിയ്യുൻ അസീസ്, അല്ലാഹു തആല ശക്തനും പ്രതാപിയുമാണ് എന്ന് സൂറത്ത് ഹദീദിലൂടെ അല്ലാഹു തആല പറഞ്ഞത് അതാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ ഇസ്സത്തിന്റെ മഹാത്മ്യം, അള്ളാഹുവിന്റെ ഇസ്സത്ത്, അവന്റെ കഴിവും ശക്തിയും എത്രമാത്രമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയാണ് വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ലയഖൂലുന്ന ഖലഖഹുന്നൽ അസീസുൽ അലീം. ആരാണ് ഈ കാണുന്ന ആകാശഭൂമികളെ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചതെന്ന് നീ അവരോട് ചോദിച്ചാൽ അവർ പറയുന്ന മറുപടി ഖലഖഹുന്നൽ അസീസുൽ അലീം, പ്രതാപിയും എല്ലാം അറിയുന്നവനുമായ അള്ളാഹുവാണ് അതിനെ സൃഷ്ടിച്ചതെന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു ആയത്തിൽ കാണാം ഫഖലാഹുന്ന സബ്അ സമാവാതിൻ ഫീ യൗമൈൻ വൗഹാ ഫീ കുല്ലി സമാഇൻ അമറഹാ വസയ്യന السماء الدنيا بمصابيح وحفظ ذلك تقدير العزيز العليم. ഒക്കെ നിങ്ങൾ ഈ ലോകത്തെ ആകാശഭൂമികളെ 2 ദിവസം കൊണ്ട് സൃഷ്ടിച്ചവനാണവൻ, സൃഷ്ടിപ്പ് പൂർത്തിയാക്കിയവനാണവൻ. വൗഹാ ഫീ കുല്ലി സമാഇൻ അമറഹാ, അതിന്റെ ഓരോ കാര്യങ്ങളും അല്ലാഹു തആല ആകാശങ്ങൾക്ക് നൽകി, അതിന് വഹിയായി നൽകി. വസയ്യന السماء الدنيا بمصابيح وحفظ, ഈ ഒന്നാം ആകാശത്തിന് അതിന് സീനത്തായി അലങ്കാരമായിട്ടും അതിന്റെ സംരക്ഷണമായിട്ടും നക്ഷത്രങ്ങൾ അല്ലാഹു തആല ഏർപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് അള്ളാഹുവിന്റെ ഈ കഴിവിനെ പറ്റിയും അള്ളാഹുവിന്റെ ഈ പ്രവൃത്തിയെ പറ്റിയും പറഞ്ഞിടത്ത് അല്ലാഹ് പറഞ്ഞത് ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, അസീസും അലീമുമായ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ, നിർണയങ്ങളാണ് അത് എന്നതാണ്. ഓക്കെ, നിങ്ങൾ ആകാശഭൂമികളെ സൃഷ്ടിപ്പ് മാത്രമല്ല, ഈ കാണുന്ന രാവും പകലും സൂര്യനും ചന്ദ്രനും ഇതിനെയെല്ലാം പറ്റി പറയുന്നിടത്തും അല്ലാഹ് പറഞ്ഞു ഫാലിഖുൽ ഇസ്ബാഹി വജഅല അൽ-ലൈല സകന വശംസ വൽ ഖമറ ഹുസ്ബാന ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. ഓക്കെ, നിങ്ങൾ ഫാലിഖുൽ ഹബ്ബ്, ഈ ധാന്യങ്ങളിൽ നിന്ന് വിത്തിനെ ഫാലിഖുൽ ഇസ്ബാഹ്, രാവിനെ സുബ്ഹിയെ പുറത്തു കൊണ്ടുവരുന്നവനാണവൻ, പ്രഭാതത്തെ ഉണ്ടാക്കുന്നവനാണവൻ. വജഅല അൽ-ലൈല സകന, അതുപോലെ തന്നെ രാത്രിയെ ശാന്തമായി ഉറങ്ങുവാനുള്ള സമയമായി അല്ലാഹു തആല നിശ്ചയിച്ചു. വശംസ വൽ ഖമറ ഹുസ്ബാനൻ, സൂര്യനും ചന്ദ്രനുമെല്ലാം അതിന് നിർണയിച്ചിട്ടുള്ള പാതയിലൂടെ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ആരാണ് ഇതുണ്ടാക്കിയത്? ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, അസീസും അലീമുമായ അള്ളാഹുവിന്റെ തീരുമാനമാണ് അത് എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് ആയത്തുകൾ സൂറത്ത് സുമറിലും ഇതേ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ട് അല്ലാഹ് പറഞ്ഞത് അലാ ഹുവൽ അസീസുൽ ഗഫാർ, അറിയുക ഇതിനെ സൃഷ്ടിച്ചതും നിയന്ത്രിക്കുന്നതും എല്ലാം ആരാണ്? കുല്ലു യജ്രി ലി അജലിൻ മുസമ്മ, എല്ലാം അതിന്റെ നിർണിത പാതയിലൂടെ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അലാ ഹുവൽ അസീസുൽ ഗഫാർ, പ്രതാപിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ അള്ളാഹുവാണ് അതിനെ നിയന്ത്രിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ പ്രതാപവും അള്ളാഹുവിന്റെ കഴിവും
എത്രമാത്രമുണ്ട് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. ഒരേ ഒരു വസ്തു അതിന്റെ അസലിൽ ഒന്നാണ്, പക്ഷെ അതിൽ നിന്ന് മുളച്ചു പൊന്തുന്നതും അതിൽ നിന്നുണ്ടാകുന്നതും വ്യത്യസ്തമായ കാര്യങ്ങൾ അള്ളാഹുവിന്റെ കഴിവിനെയും അള്ളാഹുവിന്റെ മഹത്വത്തെയും സൂചിപ്പിക്കുന്ന സൂറത്ത് ഫാത്തിറിൽ ഒരു വചനമുണ്ട്. അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅ. നിങ്ങൾ കാണുന്നില്ലേ, ആകാശ ലോകത്ത് നിന്ന് അല്ലാഹു തആല മഴ വർഷിപ്പിക്കുന്നു. ഫഅഖ്റജ്നാ ബിഹി മിനസ് സമറാത്തി മുഖ്തലിഫൻ അൽവാനുഹാ. ഒരേ മഴയാണ് ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്നത്, എന്നാൽ ആ മഴ കാരണം ഭൂമിയിൽ നിന്ന് മുളച്ചു പൊന്തുന്നത് എന്താണ്? മുഖ്തലിഫൻ അൽവാനുഹാ, വ്യത്യസ്ത നിറങ്ങളുള്ള വർണ്ണങ്ങളുള്ള സമറാത്തുകൾ, കായികനികൾ ഭൂമിയിൽ നിന്ന് മുളച്ചു പൊന്തുന്നു. വമിനൽ ജിബാലി ജുദദുൻ ബീദൻ വഹുമറൻ മുഖ്തലിഫൻ അൽവാനുഹാ വഗറാബീബു സൂദ്. അതുപോലെ തന്നെ പർവ്വതങ്ങളിൽ വ്യത്യസ്തങ്ങളായ നിറമുള്ള വെളുപ്പും അതുപോലെ തന്നെ ചുവപ്പും വ്യത്യസ്ത നിറങ്ങളും കടുത്ത കറുപ്പുമുള്ള പാതകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കുന്നു എന്നാണ്. ഒരു മഴ വർഷിക്കുന്നതിലൂടെ നമുക്കറിയാം, ഒരു ഭൂമിയിലേക്ക് മഴ വർഷിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ ഭൂമിയിൽ നിന്ന് മുളച്ചു പൊന്തുന്ന സസ്യങ്ങൾ അത് ഏതൊക്കെ വർണ്ണങ്ങളിലും ഏതൊക്കെ വ്യത്യസ്തമായ രീതിയിലുമാണ് ഉള്ളത്. ആരാണ് അവയെല്ലാം സൃഷ്ടിച്ചത്, പരിപാലിക്കുന്നത്? അല്ലാഹു തആല ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് വീണ്ടും പറയാണ്, മനുഷ്യരിലും ജീവജന്തുജാലങ്ങളിലുമെല്ലാം വ്യത്യസ്ത നിറങ്ങളിലുള്ള ആളുകളുണ്ട്. അപ്രകാരം അറിവുള്ള ആളുകളാണ് അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ. ഇന്നല്ലാഹ അസീസുൻ ഗഫൂർ. അല്ലാഹു തആല പ്രതാപിയും പാപം പൊറുക്കുന്നവനുമാണ്. അള്ളാഹുവിന്റെ കഴിവുകളെ ഓരോന്നായി എടുത്തു പറഞ്ഞിട്ട് അവിടേക്ക് അസീസ് എന്ന നാമം എടുത്തു പറഞ്ഞത് എന്തിനാണ്? അള്ളാഹുവിന്റെ കഴിവ്, ഖുദ്റത്ത് എന്ന അള്ളാഹുവിന്റെ പ്രതാപത്തെ സൂചിപ്പിക്കാനാണ് അത്. അതുപോലെ തന്നെ അള്ളാഹു തആല മരിച്ചതിനെ ജീവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ചരിത്രത്തിൽ നമുക്കറിയാവുന്നതല്ലേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ചോദിച്ചു, ഇദ് ഖാല ഇബ്രാഹിം റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത. ഇബ്രാഹിം നബി അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അള്ളാഹു എങ്ങനെയാണ് നീ മരിച്ചവരെ ജീവിപ്പിക്കുന്നത്? അള്ളാഹിന്റെ മറുപടി, അവലം തുഅ്മിൻ, നീ വിശ്വസിക്കുന്നില്ല ഇബ്രാഹിം? ഖാല ബല, അല്ല റബ്ബേ എനിക്ക് വിശ്വാസമുണ്ട്. വലാകിൻ ലിയത്മഇന്ന ഖൽബി, എന്റെ ഹൃദയത്തിന് ഒരു സമാധാനത്തിന് വേണ്ടിയാണ്. അപ്പൊ അള്ളാഹ് എന്താ പറഞ്ഞത്? ഖാല ഫഖുദ് അർബഅത മിനത് ത്വയ്രി ഫസുർഹിന്ന ഇലൈക സുമ്മ ജഅൽ അലാ കുല്ലി ജബലിൻ മിൻഹുന്ന ജുസ്ആ. നീ 4 പക്ഷികൾ എടുത്തിട്ട് അതിന് ഓരോ കഷ്ണങ്ങളാക്കിയിട്ട് വ്യത്യസ്ത മലകളിൽ കൊണ്ടുപോയി വെക്കുക. സുമ്മ ദുഉഹുന്ന, എന്നിട്ട് നീ അവയെ വിളിച്ചാൽ യഅ്തീനക സഅയ, അത് നിന്നിലേക്ക് പാറി വരുന്നത് നിനക്ക് കാണാം. അല്ലാഹു തആല തുടർന്ന് എന്താ പറഞ്ഞു തരാം നിങ്ങൾക്ക്? വഅലം അന്നല്ലാഹ അസീസുൻ ഹകീം, നീ അറിയണം അല്ലാഹു അസീസാണ്, അല്ലാഹു ഹകീമാണ്. അഥവാ അല്ലാഹു തആല അതിന് കഴിവുള്ളവനാണ്. ആ കഴിവിനെ പരാജയപ്പെടുത്താൻ ഒരാളെ കൊണ്ട് സാധ്യമല്ല. അത്രമേൽ പ്രതാപമുള്ളവനാണ് നിന്റെ റബ്ബെന്ന് നീ അറിയണമെന്നാണ്. ജൂതന്മാരെല്ലാവരും കൂടി ഈസാ നബി അലൈഹിസ്സലാമയെ കൊല്ലാൻ തീരുമാനിച്ചു. ഈസാ നബി അലൈഹിസ്സലാമയെ പിടിക്കാൻ അവർ പോയി. അല്ലാഹു തആല ആ വിഷയത്തെ പറ്റി പറഞ്ഞത് എന്താ? വമാ ഖതലു വമാ സ്വലബു വലാകിൻ ശുബ്ബിഹ ലഹും. അവര് ഈസാ നബിയെ കൊന്നിട്ടില്ല, ഈസാ നബിയെ ക്രൂശിലേറ്റിയിട്ടില്ല, പക്ഷേ അവർക്ക് സദൃശ്യമുണ്ടാകുകയാണ് ചെയ്തത്. വഇന്നല്ലദീന ഇഖ്തലഫൂ ഫീഹി ലഫീ ശക്കിൻ മിൻഹു, ഇതിൽ ഇഖ്തിലാഫായ വ്യത്യസ്ത അഭിപ്രായത്തിലുള്ള ആളുകൾ അവർ സംശയത്തിൽ മാത്രമാണ്. മാ ലഹും ബിഹി മിൻ ഇൽമ്, അവർക്ക് ഈ വിഷയത്തിൽ യാതൊരു അറിവുമില്ല. ഇല്ലത്തിബാഅ ദൻ, അവരുടെ ഊഹങ്ങളെ മാത്രമാണ് അവർ പിൻപറ്റുന്നത്. വമാ ഖതലൂഹു യഖീന, തീർച്ചയായും ഉറപ്പായിട്ടും അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല. ബൽ റഫഅഹു അല്ലാഹു ഇലൈഹി, അല്ലാഹു തആല അദ്ദേഹത്തെ അല്ലാഹുവിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞത് എന്താ? വകാന അല്ലാഹു അസീസൻ ഹകീമ, അല്ലാഹു തആല പ്രതാപിയും ഹക്കീമുമാണ്, യുക്തിയുള്ളവനുമാണ് എന്നാണ്. അഥവാ ജൂതന്മാരൊക്കെ വിചാരിച്ചാലും ഈസാ നബിയെ കൊല്ലാൻ അവർക്ക് സാധ്യമല്ല. അള്ളാഹിന്റെ തീരുമാനത്തെ മറികടക്കാൻ, അള്ളാഹുവിന്റെ തീരുമാനത്തെ മറികടക്കാൻ അവരെ കൊണ്ട് സാധ്യമല്ല. കാരണം അള്ളാഹ് അസീസാണ്, അല്ലാഹു തആല പ്രതാപിയാണ്, അവന്റെ കഴിവിൽ അവന് പ്രതാപമുള്ളവനാണ് എന്നതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അഹ്സാബ് യുദ്ധത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല സംരക്ഷിച്ചതിനെ കുറിച്ച് പറയുന്നിടത്തും അല്ലാഹ് പറഞ്ഞു, വറദ്ദല്ലാഹു അല്ലദീന കഫറു ബിഗൈളിഹിം ലം യനാലു ഖൈറ വകഫല്ലാഹുൽ മുഅ്മിനീനൽ ഖിതാല വകാന അല്ലാഹു ഖവിയ്യൻ അസീസ. കാഫിരീങ്ങളായ ആളുകൾ അവരുടെ കൈദിനെ, അവരുടെ കാര്യങ്ങൾ അല്ലാഹു തആല അവരുടെ ഈർഷ്യതയെ അവരിലേക്ക് തന്നെ തിരിച്ചു കളയുകയാണ് ചെയ്തത്.
അവരെ പരാജയപ്പെടുത്തി വിട്ടു എന്ന് പറഞ്ഞിട്ട് അവിടെ പറഞ്ഞത് വകാനല്ലാഹു ഖവിയ്യൻ അസീസ, അല്ലാഹു തആല ശക്തനും ഇസ്സത്തുള്ളവനുമാണ് എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. ഈ കാര്യത്തിൽ മാത്രമല്ല, അള്ളാഹുവിന്റെ ഔലിയാക്കളെ സഹായിക്കുന്നിടത്ത്, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ സഹായിക്കുന്നിടത്ത് അവർ എത്ര അശക്തരാണെങ്കിലും, എത്ര ഭൗതികമായി എത്ര പ്രയാസത്തിലാണെങ്കിലും അള്ളാഹു അവരെ സഹായിക്കും. കതബല്ലാഹു ലാ അഗ്ലബന്ന അന വറുസുലി ഇന്നല്ലാഹ ഖവിയ്യുൻ അസീസ്. അള്ളാഹിന്റെ അസീസ് എന്ന നാമം പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകേണ്ട സമാധാനം ഇവിടെയാണ്. അള്ളാഹ് പറയാണ് കതബല്ലാഹ്, അള്ളാഹ് തീരുമാനിച്ചു വെച്ച കാര്യമാണ്. ലാ അഗ്ലബന്ന അന വറുസുലി, ഞാനും എന്റെ പ്രവാചകനുമാണ് വിജയിക്കുന്നത്. ഇന്നല്ലാഹ ഖവിയ്യുൻ അസീസ്, കാരണം അല്ലാഹു തആല ഖവിയ്യും അസീസുമാണ്. മറ്റൊരു ആയത്തിൽ അല്ലാഹ് പറഞ്ഞു വലയൻസുറന്നല്ലാഹു മൻ യൻസുറഹു വലയൻസുറന്നല്ലാഹു മൻ യൻസുറുഹു ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. അല്ലാഹനെ സഹായിക്കുന്നവരെ അല്ലാഹുവും സഹായിക്കുന്നതാണ്. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്, അല്ലാഹു പ്രതാപിയും ശക്തനുമാണ്. സഹോദരങ്ങളെ, അല്ലാഹനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹന്റെ ദീനനുസരിച്ച് ജീവിക്കുകയും ആ ദീനിനെ പ്രബോധനം ചെയ്യുകയും ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മളെ സഹായിക്കാനും നമ്മുടെ കൂടെ നിൽക്കാനും ഇസ്സത്തുള്ള പ്രതാപിയായ എല്ലാത്തിനും കഴിവുള്ള നമ്മുടെ റബ്ബ് നമ്മോടൊപ്പം ഉണ്ടാകും. നമ്മുടെ പ്രയാസങ്ങളിൽ പ്രതിസന്ധികളിൽ അവൻ നമുക്ക് താങ്ങും തണലുമായി നമ്മോടൊപ്പം തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് ഈ വചനങ്ങളൊക്കെ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഈ എല്ലാ വചനങ്ങളിലും അള്ളാഹുവിന്റെ പ്രതാപത്തെയും അവന്റെ ശക്തിയെയുമാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അല്ലാഹു തആല അസീസ് ആണെന്ന് പറയുമ്പോൾ വേറെയും ചില അർത്ഥങ്ങൾ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ അജയ്യതയും അതുപോലെ തന്നെ ആധിപത്യവും സൂചിപ്പിക്കുന്ന ഇസ്സത്തുമായി ബന്ധപ്പെട്ട ആയത്തുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെയും ചില ആയത്തുകൾ, വേറെയും അർത്ഥതലങ്ങൾ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ ആ ഭാഗങ്ങൾ നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. സഹോദരങ്ങളെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ നാമങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ, അതിലെ ഓരോ കിതാബുകൾ വായിക്കുമ്പോഴും ദർസുകൾ കേൾക്കുമ്പോഴും അള്ളാഹുവിന്റെ മഹത്വം നമ്മൾ സാധാരണ ഒരുപാട് കേട്ടതാണ്, അസീസും അള്ളാഹുവിന്റെ നാമങ്ങളുമെല്ലാം. പക്ഷെ എത്രമേൽ കഴിവുള്ളവനും എത്രമേൽ പ്രതാപിയുമാണ് ഞാൻ ആരാധിക്കുന്ന എൻ്റെ റബ്ബ് എന്ന് തിരിച്ചറിയുന്നതിലൂടെ നമ്മുടെയൊക്കെ മനസ്സിന് കിട്ടുന്ന സമാധാനവും ശാന്തിയും അതുപോലെ തന്നെ സന്തോഷവും അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. അതുകൊണ്ട് റബ്ബിനെ മനസ്സിലാക്കാൻ, റബ്ബിനെ ഉൾക്കൊള്ളാൻ അവന്റെ നാമങ്ങളിലൂടെ നമ്മൾ പരിശ്രമിക്കുക എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ആഴ്ചകളിൽ നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. അല്ലാഹു തആല അള്ളാഹുവിന്റെ നാമങ്ങളിലൂടെ, അള്ളാഹുവിന്റെ സിഫാത്തുകളിലൂടെ അവനെ മനസ്സിലാക്കുകയും അവനിൽ ഭരമേൽപ്പിക്കുകയും അവനോട് മാത്രം ചോദിച്ച് അവനോട് മാത്രം സഹായം തേടി അവനെ മാത്രം അത്താണിയായി കണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിലും മുവഹ്ഹിദുകളിലും നമ്മളെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ.